ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്ന് യൂട്യൂബും അതുപോലെ തന്നെ ടിക്ടോക്കും ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റിന്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് 26 സെന്റിമീറ്റർ വെടുത്തും കൂടാതെ ഡുവൽ കളേഴ്സ് ഉള്ള ഒരു അടിപൊളി റിംഗ് ലൈറ്റ് ആണ്. മാത്രമല്ല ഇതിന്റെ റിമോട്ട് കൺട്രോളിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റും ട്രൈപോഡും എങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു റിംഗ് ലൈറ്റ് 42 റിയാൽ കൊടുത്തിട്ട് ഞാനൊന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. റിംഗ് ലൈറ്റിന്റെ കൂടെ നമുക്ക് ട്രൈപോഡും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. 26 സെന്റിമീറ്റർ വിടുത്ത് വരുന്ന ഒരു ഡുവൽ കളേഴ്സ് റിംഗ് ലൈറ്റ് ആണ്. കൂടാതെ ഇതിൻ്റെ കൂടെ നല്ല ഹൈറ്റിൽ കിട്ടുന്ന നോർമൽ ട്രൈപോഡും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ റിംഗ് ലൈറ്റിനെ കുറിച്ച് പരിചയപ്പെടാം. ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ കവറിൽ ഒരു റിംഗ് ലൈറ്റും അത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു റിംഗ് ലൈറ്റ് അധികം കനമൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഈ ഒരു മൊബൈൽ ഹോൾഡർ റിംഗ് ലൈറ്റുമേൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ട്രൈപോഡ് എങ്ങനെയാണെന്ന് നോക്കാം. നോർമൽ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രൈപോഡ് തന്നെയാണ്. ട്രൈപോഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സംഭവം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്ക്രൂ ലൂസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിംഗ് ലൈറ്റ് നമുക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാം. ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും താഴ്ത്തി വെക്കാവുന്നതാണ്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ഒട്ടും തന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഫിറ്റിങ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. അതിൽ ഓഫ് ഓണ് മാത്രമല്ല ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഡുവൽ കളേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ 3 കളേഴ്സ് നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ റിംഗ് ലൈറ്റ് ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യാനുള്ള മൊബൈൽ ഹോൾഡറും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ റിംഗ് ലൈറ്റ് ഇവിടെ 3 കളേഴ്സിലാണ് വരുന്നത്. വൈറ്റ്, നാച്ചുറൽ, വാം കളറിലാണ് വരുന്നത്. ഈ വാം കളർ എന്ന് പറയുന്നത് ഏകദേശം ബ്രൗൺ, യെല്ലോ കളേഴ്സിലാണ് കാണുന്നത്. ഈ ഓരോ കളേഴ്സും 11 ലെവൽ ലൈറ്റ് ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടാൻ പറ്റും. ആ ഒരു രീതിയിൽ 33 ലെവലാണ് ഈ ഒരു കളേഴ്സ് നിൽക്കുന്നത്. അപ്പം നല്ല അടിപൊളി ബ്രൈറ്റ്നെസ്സിൽ, ഒരുപാട് ബ്രൈറ്റ്നെസ്സിലല്ല, നമ്മൾ നോർമൽ ബ്രൈറ്റ്നെസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ പറയാം. ഈ ഒരു റിമോട്ട് കൺട്രോൾ ബ്ലൂടൂത്ത് വഴി നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണ് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഓൺ ഓഫ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ഓൺ ചെയ്തതിന് ശേഷം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും വീഡിയോ പൗസ് ചെയ്യാനും അതുപോലെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോണിൽ പോയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും പൗസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരമായിട്ട് നമുക്ക് റിമോട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റോപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു റിമോട്ട് കൺട്രോളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രൈപോഡ് നമുക്ക് നോർമലി നല്ല ഹൈറ്റിൽ വരെ കൊടുക്കാവുന്നതാണ്. പിന്നെ റിമോട്ട് ഇവിടെ സേഫായിട്ട് വെക്കാനുള്ള ഒരു ചെറിയ പൗച്ചും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിംഗ് ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ്.
അപ്പോൾ യൂട്യൂബിൻ്റെ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ടിക്ടോക്കൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.